ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ ഇന്നും നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലെ മൂന്ന് കൂട്ടം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞടുക്കളയിൽ എന്നും നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതുവരെ എടുത്ത് വെച്ച് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോഴതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റി നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് പുരട്ടി കൊടുക്കും. എന്നിട്ട് എന്താ നമ്മൾ വെളുവെള പളുപളാന്നൊക്കെ അങ്ങോട്ട് മിന്നി ഇവിടെയൊക്കെ അങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അല്ലാതെ എവിടെ പോകാനാ എനിക്ക് അധികം പോകാൻ സ്ഥലവുമില്ല, എന്നെ കൊണ്ടുപോകത്തതുമില്ല എന്ന് വെച്ച് നമ്മുടെ അണ്ടിന് പേടിഞ്ഞാൽ കൂടെ പോയാൽ അന്ന് പോക്കറ്റ് മൊത്തത്തിൽ കീറുമെന്നറിയാം. അതുകൊണ്ട് എന്നെ കൂടുതലായിട്ട് അങ്ങോട്ടോ മുറ്റത്തോട്ടോ റോഡിലോട്ടൊന്നും ഇറക്കത്തില്ല. എന്നോട് പറയും നീ ഇവിടെ ഇരുന്നാൽ മതി, എല്ലാം ഞാനിങ്ങ് കൊണ്ടെത്തിച്ച് തരാം കേട്ടോ. പുത്തി നോക്കിക്കണം കേട്ടോ. അറിയാം എൻ്റെ സ്വഭാവം അത്രയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാനെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കി കൊടുക്കും. ഞാൻ പറയും എല്ലാം ഇനി കൊണ്ടുവന്നാൽ മതി, ഞാനിവിടെ ഇരുന്നെല്ലാം ഇങ്ങനെ തേച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല വെളുത്ത് തൊടുത്ത് പാറിക്കും കേട്ടോ. അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. വെളുത്ത് തൊടുത്ത് പാർവെന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആവും കേട്ടോ. മുഖക്കുരുവൊക്കെ മാറും. നല്ല എനിക്ക് നന്നായിട്ട് ചുളിവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ലതായിട്ട് ചുളിവുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്, നല്ല മാറ്റമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. രാവിലെ തന്നെ നമുക്കൊരു അടിപൊളി പാക്കിയിട്ട് കൊടുക്കാം നമ്മുടെ മുഖത്തെ കേട്ടോ. നല്ല കളർ കിട്ടാനും നമ്മുടെ ഈ നെറ്റിമേലുള്ള ആ ചുളിവുകളൊക്കെ മാറാനും ഇവന്മാരെ 3 പേരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇത്തിരി നേരം ഒന്ന് മസാജ് ചെയ്ത് അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. കഴുകുമ്പം പളാമൊന്നും മിന്നും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു പായ്ക്കാണ്. ഇത് നമ്മുടെ കുഞ്ഞടുക്കളയിലെ ഒരു 3 കൂട്ടം കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇതിന് നമുക്ക് വേണ്ടത് റാഗിപ്പൊടി വേണം, തക്കാളിക്കുട്ടനെ വേണം, പച്ചപ്പാൽ മതി കേട്ടോ. ഈ 3 സംഭവങ്ങളും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൂണിനെ ഞാൻ 1 സ്പൂണ് റാഗിപ്പൊടി, കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 1 സ്പൂണ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ തക്കാളിക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിക്കുട്ടൻ ഇച്ചിരി കൂടുതൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഈ ഒരളവിലൊക്കെ ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വേണേലും ഇവനെ നമുക്കിതിനകത്ത് ചേർക്കാം കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി ഐറ്റം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് പച്ചപ്പാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കാച്ചാത്ത പാൽ ചായ ഇടുന്നതിന് മുന്നേ എടുത്ത് വെച്ചോളൂ കേട്ടോ. കുറച്ചളവിലുണ്ടാക്കിയാൽ മതി, വെറുതെ കളയണ്ടല്ലോ. അവർ തന്നെ കൂട്ടുകൂടിയപ്പോൾ സെറ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതുണ്ടല്ലോ സൂപ്പ് എന്നും ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ മുഖത്തിന് കേട്ടോ. എന്നും നമുക്ക് ചെയ്യാം. ഇത്തിരി റാഗിപ്പൊടിയും രാവിലെയൊക്കെ നമ്മൾ മക്കളെ സ്കൂളിൽ വിടുന്ന ആ സമയത്ത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് അടുക്കളയിൽ നിൽക്കാമല്ലോ. പാത്രം കഴുകിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് നമ്മുടെ മുഖത്തോട്ട് അങ്ങോട്ട് വാരിപ്പൂശിയാൽ ആരും ഒന്നും പറയത്തില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ വന്നാൽ ഓടിപ്പോയി ഒന്ന് കഴിയട്ടൊക്കെ മുന്നോട്ട് ചെന്നാൽ മതിയോ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന രഹസ്യങ്ങളൊക്കെ അവർ നാട്ടിലൊക്കെ പാട്ടാക്കും കേട്ടോ. അവർ കാണാതെ ഓടിപ്പോയി ഒന്ന് മുഖം ഒന്ന് കഴിയട്ടൊക്കെ ചെന്നാൽ മതി. അപ്പോഴും അവർക്ക് അത്ഭുതം തോന്നുകയെ. ഇന്നലെ കണ്ടവളല്ലല്ലോ ഇവള് എന്നൊക്കെ അവർക്ക് തോന്നും. പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാത്തിരുന്ന് ചെയ്തോളാം. ഞാൻ പറഞ്ഞ ട്രിക്കുകളൊക്കെ എങ്ങനെ ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ അതീവ രഹസ്യമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതല്ലേ. അത്ര വെള്ളത്തില്ലല്ലോ. നമ്മൾ പാത്തും പതുങ്ങിയൊക്കെ ആയിരുന്നു ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴും മിക്സ് ചെയ്ത് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കാം. ഒന്ന് സെറ്റായിക്കോട്ടെ. നമ്മുടെ റാഗിക്കുട്ടനെ പൗഡറല്ലേ ഞാൻ നേരത്തെയൊക്കെ മക്കൾ
കുഞ്ഞായിട്ടിരുന്ന സമയത്തൊക്കെ നമ്മളിത് വാങ്ങിച്ച് എന്താ കഴുകി ഉണക്കി പൊടിപ്പിച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പം പിന്നെ നമ്മുടെ ഇത് അവരങ്ങനെ കുറുക്കൊന്നും ഇങ്ങനെ കുടിക്കത്തില്ല. ഞാനും അണ്ണനുമൊക്കെ എപ്പോഴും കഴിക്കും കേട്ടോ. ഇഷ്ടം ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണിത്. ഞാൻ പാല് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കത് കുറുക്ക് രൂപത്തിലാക്കി കുടിക്കാം കേട്ടോ. അപ്പോഴങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്ന സംഭവമാണ്. ഈ കുഞ്ഞുവാവയെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുക എനിക്കിഷ്ടമാണ് കേട്ടോ. പാലൊഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എനിക്കിഷ്ടമാണ്. അപ്പോഴിതും മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇത്തിരി നേരം ഒന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴിതേ 5 മിനിറ്റൊക്കെ ആയി. ഇതങ്ങ് നമ്മൾ ആ പരുവത്തിന് എടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് പിന്നെ എന്താ കട്ടിക്ക് എടുക്കരുത്. ഇച്ചിരി ഒരു ഇതൊക്കെ വേണം കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടിക്ക് എടുക്കരുത്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ ഉണങ്ങുന്ന ഒരു ഇതാണല്ലോ. ഇപ്പം ഇന്നിപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി വെയിലൊക്കെ ആയി വരുന്നു. അപ്പോഴതേ നമ്മുടെ ഈ സെറ്റായി നമ്മുടെ ഈ ഒരു കേട്ടോ പായ്ക്ക്. ഇനി നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് നമ്മൾ എന്താ സോപ്പിട്ട് കഴുകിയിട്ട് മുഖത്തും കഴുത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചളവിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. ഏത് സാധനങ്ങളാണെങ്കിലും വെറുതെ കളയണ്ട. അപ്പോൾ തക്കാളിക്കുട്ടനെ വെച്ച് നമുക്ക് ഞെരടി അല്ലെങ്കിൽ നമ്മളില്ലേ അതിനകത്ത് വെച്ച് ഇങ്ങനെ ആക്കത്തില്ലേ, അങ്ങനെ ചെയ്താലും മതി. ഇത്തിരി ഒരു ഇതൊക്കെ വേണം കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ മസാജ് ചെയ്യണം. അപ്പോഴിച്ചിരി ആ തക്കാളിക്കുട്ടൻ്റെ ആ ഒരു ഇതൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ അവൻ പിണങ്ങി പോയാലോ കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് മുഖത്തിട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കുമോ ഇതൊക്കെ, അതോ ചുമ്മാ പറയുന്നതാണോ? നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്ര ദൂരത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് കാണാനും വയ്യ. ഇടുവാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് തന്നെ തേൻ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പവുമില്ല. റാഗിയും കൊണ്ട് നമുക്ക് ഒരുപാട് ഫേസ് പാക്കുകൾ ഉണ്ടാക്കാമല്ലോ. ചെയ്തിട്ട് നമുക്ക് പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി കേട്ടോ. ഇതേ ഇങ്ങനെയൊക്കെ തേച്ച് വെളുത്ത് തുടുത്തിരിക്കുന്നതാ കണ്ടോ. അടിപൊളി കണ്ടോ, വെളുത്ത് തുടുത്തിരിക്കുന്നേ. എൻ്റെ ഇതെല്ലാം അടിച്ചു മാറ്റി കണ്ടുപിടിച്ച് അവിടെ പോയി പാത്തിരുന്ന് ഇതൊക്കെ ചെയ്യും. എന്നിട്ട് വെളുത്ത് തുടുത്ത് ഇങ്ങനെ നടക്കുക. കണ്ടോ കണ്ടോ എൻ്റെ കൂട്ടുകാരി കേട്ടോ. എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? മണക്കാലയ്ക്ക്. ശരി, രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയി. ഞാനിപ്പോ നോക്കി ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും അങ്ങോട്ട് കറങ്ങാൻ പോകും. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് കറങ്ങാൻ. നീ നിന്റെ അണ്ണനോടെ കൂടെ കറങ്ങാൻ പോകല്ലേ? ഞങ്ങൾ അച്ഛനോട് ഞാൻ ചെയ്യുന്നത് ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഈ ട്രിക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്ത് തൊടുത്തിരിക്കുക അവിടെ. ആദ്യമായിട്ടോ ധൈര്യത്തിൽ എൻ്റെ ഈ വീടേക്ക് അതിങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മോൻ കാണും കേട്ടോ, അതുകൊണ്ടാ കേട്ടോ. അല്ലെങ്കിൽ പുള്ളിക്കാരെയും കണ്ടോ വന്നിരിക്കും ഇവിടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. പിന്നെ നീ വിളിക്ക്, ഞാൻ വന്നിരിക്കുന്നത്. പറ്റിയില്ല ഞാൻ ഇങ്ങനെ വിളിച്ചേ. അതുപോലെ എല്ലാരും പറ്റണം കേട്ടോ. നല്ല ക്രീമുകളാണ്, നല്ല ക്രീമുകളാണ്, നല്ല പായ്ക്കുകളാണ്. എവിടെ പോയി വെച്ചാൽ ആള് പോയി. നമ്മുടെ എന്താ പുളി ഉണ്ടല്ലോ, അനിയത്തിയുടെ വീട്ടിൽ നിന്ന് പുളി, നമ്മുടെ എന്താ വടക്കം പുളി പറക്കാൻ പോവാം. അവിടെ ആരുമില്ല. അപ്പോഴതിനെ പാൻ ഇറങ്ങിയതാണ്. അപ്പോഴെന്നെ കണ്ട് ഇവിടെ വന്നതാട്ടോ. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരികളാണ് കേട്ടോ, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ. പിന്നെ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. എന്നാലും നമ്മൾ കാണുമ്പോഴും ഒക്കെ നമ്മൾ നല്ല ഇത് തന്നെ. അപ്പോഴും പോയി കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ പിന്നെ നമുക്കൊരു നാണം വരത്തില്ലേ, മറ്റേടെ മുന്നിൽ വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നാണം വരും. അപ്പോഴും കുഴപ്പമില്ലടി നീ ചെയ്തോ. ഞാൻ പറഞ്ഞു എന്നാ വാ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒന്ന് പറഞ്ഞ് വന്നിട്ട് പോയി കേട്ടോ. അപ്പോഴിതേ നമ്മുടെ പായ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ.
എന്താ ഞാൻ മെനഞ്ഞാന്ന് ഏതാണ്ട് റാഗിയുടെ ചെയ്തല്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ റാഗിയുടെ പായ്ക്കുകൾ. അടിപൊളി അരിപ്പൊടി റാഗി നമുക്ക് ഇങ്ങനെ കൊണ്ട് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ ആ ചുളിവുകളും ഒക്കെ എനിക്ക് നന്നായിട്ട് ചുളിവുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് നെറ്റിയുടെ ഇവിടെ ചുളിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ ഇടുന്നതുകൊണ്ട് കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് ഈ റാഗി പൊടിക്കൊരു ഇത് നമ്മളെന്താ ചെയ്തത്, ഞാനങ്ങ് മറന്നു പോകും കേട്ടോ നമ്മൾ ചെയ്യുന്നത്. തലേന്നത്തെ നമ്മളങ്ങനെ ഓർത്തിരിക്കുന്നില്ലല്ലോ എന്താ ചെയ്തതെന്ന്. ഇന്നലെ കയ്യിലെയായിരുന്നു നമ്മൾ ചെയ്തത്. ഈ റാഗിപ്പൊടിക്ക് ഒരു ചെറിയൊരു തരി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആ തക്കാളിയുടെ ആ ഒരു ഒക്കെ ഉണ്ടല്ലോ മൂക്കിൻ്റെ ഇവിടെ. നമുക്കിനി ഒരു 15 മിനിറ്റ് സംസാരിക്കാതെ ഇരിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം. എപ്പോഴും പറയുവേ മുഖത്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഴുത്തും ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ എന്തോ ചെയ്താലും പിന്നെ ധൃതി അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന സമയത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെ ഞാൻ മുഖത്ത് മാത്രം ഇങ്ങനെ രാവിലെ എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നത്. നമ്മളെവിടെ പോകുന്നത്, ഒത്തിരി നാളായില്ലേ എല്ലായിടത്തും പോയിട്ട്. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. പായ്ക്കൊക്കെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നു. ഇനി നമുക്ക് തുടയ്ക്കാം. ഒന്ന് വെള്ളം തൊട്ട് തുടച്ചെടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് തുടയ്ക്കുകയാണെങ്കിലും നമ്മുടെ മുഖം ഒന്ന് വെള്ളം തൊട്ടിട്ട് മാത്രം നമ്മൾ തുടയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചാടി കയറി നമ്മൾ അങ്ങോട്ട് തുടയ്ക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ എന്ന് ചെയ്താലും എന്നും ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നമ്മുടെ മുഖം അടിപൊളിയാവും, നല്ല ക്ലിയർ ആവും. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സംഭവങ്ങളാണല്ലോ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പം പച്ചക്കറി കടയിലെ മാമനോട് പറഞ്ഞാൽ മതി, മാമ ഒരു 2-3 തക്കാളി ആദ്യത്തെ എനിക്ക് തരണേ എന്ന് വെച്ച് ആ സുപ്പ് പറഞ്ഞിട്ടുണ്ട്. തക്കാളിക്കൂട്ടനെയൊക്കെ അങ്ങോട്ട് വാരിയിട്ടാൽ മുഖം നന്നായിട്ട് വെളുക്കും തുടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, നമുക്ക് ആ കട അടപ്പിക്കാം. നമ്മുടെ പച്ചക്കറി കട മാമൻ്റെ കട നമുക്ക് അടപ്പിക്കാം കേട്ടോ. എനിക്കൊരു പച്ചക്കറി കട മാമനുണ്ട് ഇവിടെ കേട്ടോ. പുള്ളിക്ക് അറിയാം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിയാം കേട്ടോ. നല്ല സ്നേഹമുള്ള ഒരാളാട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. നമ്മളെല്ലായിടത്തുനിന്നും വാങ്ങിക്കും, ഒരിടത്തുനിന്നും മാത്രമല്ല എല്ലായിടത്തുനിന്നും വാങ്ങിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലൈവായിട്ട് തന്നെ തുടച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പാടൊന്നും ഇല്ല. ഇത്തിരി നേരത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യാം അല്ലേ. അത്രയും നേരം നമ്മളൊന്ന് ഫ്രീ ആയാൽ മതി. നമുക്ക് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാം. നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ സൗന്ദര്യവും കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും അവരൊന്നും ഇതൊന്നും പക്ഷേ ഇപ്പോൾ ഉള്ളവരൊക്കെ കൂടുതലായിട്ട് ആരോഗ്യം ആരും നോക്കുന്നു, എല്ലാം വാരി വലിച്ചങ്ങ് കഴിക്കുക. ആരോഗ്യത്തിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും താന്ത്രിക വിദ്യകളിൽ കൂടി നമ്മുടെ മുഖത്ത് ചുളിവുകളും ഇച്ചിരി നിറവും ഒക്കെ ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടാലേ ഇച്ചിരി നിറമുള്ള പെണ്ണാണെന്നൊക്കെ ഒന്ന് പറയിപ്പിക്കുകയൊക്കെ ചെയ്താൽ എന്താ ഇത്ര ഇതല്ലേ, ഒരു നിറം വരാനും ഒക്കെ നല്ലതാണ് കേട്ടോ.
നമ്മളല്ലാതെ കെമിക്കലുകളൊന്നും നമ്മളിവിടെ വാരി തേക്കുന്നില്ല. നമ്മുടെ അടുക്കളയിലെ കുട്ടി കുട്ടി ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതാണ് കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ പൊട്ടയൊന്നും ഒരിക്കലും നമുക്ക് ഇതൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് നിങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ കേട്ടോ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. മീശയൊക്കെ പോയ ചില സമയത്ത് ഞാൻ തുടയ്ക്കുമ്പോൾ മീശയൊന്നും പോകത്തില്ല. മീശയൊക്കെ താടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം കേട്ടോ. അത് ഇത്ര ദൂരത്തു നിന്ന് നമ്മളിങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഒത്തിരി ദൂരമല്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ. എന്നിട്ട് നല്ലതാണ് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ നല്ലതാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ സുപ്പുവിനോട് പറയണം. തീർച്ചയായിട്ടും സുപ്പു അത് കാത്തിരിക്കും കേട്ടോ. നല്ല റിസൾട്ടാണെന്ന് പറയുന്നതും കാത്ത് ഞാനിരിക്കും. അപ്പോഴേ എന്നെ പോലെ നിങ്ങളും ഇതൊക്കെ ചെയ്ത് നോക്കണം. ഒരുപാടൊന്നും വലിയ ജോലികളൊന്നും ഇല്ല ഇപ്പോഴത്തെ പെൺകൊച്ചുങ്ങൾക്ക്. വലിയ ജോലിയൊന്നും ഇല്ല. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് പള മിനുമിന ഒന്ന് തിളങ്ങിയൊക്കെ ഇരിക്കട്ടെ. ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവണമല്ലോ എല്ലാവർക്കും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടിപ്പും വിശേഷമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും നമുക്ക് പറയാൻ സമയമില്ല. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.